എലൈറ്റ് ലീഗ് ചാമ്പ്യൻഷിപ്പ് 4-ന് ശനിയാഴ്ച കലാശക്കളി. ചാമ്പ്യന്മാരാവാൻ റോയൽ എഫ്സിയും ബാസ്കോയും. അതോ കറുത്ത കുതിരകളായി മലപ്പുറം സ്പോർട്ടിംഗ് എത്തുമോ? ഫുട്ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ രണ്ടാഴ്ചയായി കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന കാരാടൻ ലാൻഡ്സ് എലൈറ്റ് ലീഗ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജനുവരി 4-ന് ശനിയാഴ്ച കലാശക്കളി. ഓരോ മത്സരങ്ങൾ ബാക്കി നിൽക്കെ 5 മത്സരങ്ങളിൽ നിന്ന് 12 പോയിന്റുമായി ഗ്രൂപ്പിൽ ഒന്നാമത് നിൽക്കുന്ന റോയൽ എഫ്സി മഞ്ചേരിയോ സ്പോർട്ടിംഗ് ക്ലബ് മലപ്പുറമോ 10 പോയിന്റുമായി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ബാസ്കോ ഒതുക്കുങ്ങലോ ചാമ്പ്യന്മാരായേക്കും. ഇന്ന് 4:30 നടക്കുന്ന ആദ്യ മത്സരത്തിൽ റോയൽ എഫ്സി മഞ്ചേരി ബാസ്കോ ഒതുക്കുങ്ങലുമായി മത്സരിക്കും. ഈ മത്സരത്തിൽ ബാസ്കോ വിജയിക്കുകയും തുടർന്നുള്ള മത്സരത്തിൽ സ്പോർട്ടിംഗ് ക്ലബ് മലപ്പുറം പരാജയപ്പെടുകയും ചെയ്താൽ ബാസ്കോ ഒതുക്കുങ്ങലിന് ചാമ്പ്യന്മാരാകാം. വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന രണ്ടാമത്തെ മത്സരത്തിൽ സ്പോർട്ടിംഗ് ക്ലബ് മലപ്പുറം NSS കോളേജ് മഞ്ചേരിയെ നേരിടും. EMEA കോളേജ് കൊണ്ടോട്ടിയും സ്പോർട്ടിംഗ് ക്ലബ് മലപ്പുറവും തമ്മിൽ വെള്ളിയാഴ്ച നടന്ന ആദ്യ മത്സരത്തിൽ സ്പോർട്ടിംഗ് ക്ലബ് മലപ്പുറം ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് വിജയിച്ചു. കളിയുടെ 60-ാം മിനിറ്റിൽ ആദിലും 85-ാമത്തെ മിനിറ്റിൽ ഷാജിദും 88-ാമത്തെ മിനിറ്റിൽ വിഷ്ണുവും സ്പോർട്ടിംഗ് ക്ലബ് മലപ്പുറത്തിന് വേണ്ടി ഗോളുകൾ സ്കോർ ചെയ്തു. സ്പോർട്ടിംഗ് ക്ലബ് മലപ്പുറത്തിന്റെ ആദിലാണ് മാൻ ഓഫ് ദ പ്ലെയർ. യുവതാര അകമ്പാടവും NSS കോളേജ് മഞ്ചേരിയും തമ്മിൽ നടന്ന രണ്ടാമത് മത്സരത്തിൽ 1-നെതിരെ 7 ഗോളുകൾക്ക് യുവതാര അകമ്പാടം വിജയിച്ചു. 6-ാമത് മിനിറ്റിലും 9-ാമത് മിനിറ്റിലും 55-ാമത്തെ മിനിറ്റിലും 78-ാമത് അവസാന മിനിറ്റിലും 5 ഗോളുകൾ സ്കോർ ചെയ്ത രാഹുലാണ് യുവതാര അകമ്പാടത്തിന്റെ വിജയശില്പി. കളി തുടങ്ങി 2-ാമത് മിനിറ്റിൽ ജുനൈദും 66-ാമത് മിനിറ്റിൽ മുനീസുമാണ് അകമ്പാടത്തിനായി മറ്റ് 2 ഗോളുകൾ സ്കോർ ചെയ്തത്. 34 മിനിറ്റിൽ നിഹാലാണ് NSS കോളേജ് മഞ്ചേരിയുടെ ആശ്വാസ ഗോൾ നേടിയത്. ഹാട്രിക് തികച്ച് 5 ഗോളുകൾ നേടി യുവതാര അകമ്പാടത്തിന്റെ രാഹുലാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. ശനിയാഴ്ച നടക്കുന്ന കലാശക്കളിയിൽ വിജയികളാകുന്നവർക്ക് P. ഉബൈദുള്ള MLA സമ്മാനദാനം നിർവഹിക്കും. നന്ദന ബാബു, SS ന്യൂസ്, മലപ്പുറം.